സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു വാർത്തയാണ്, അല്ലെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു വാർത്തയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഗാ നദിയിൽ ഇഫ്താർ വിരുന്ന് നടത്തി ബിരിയാണി കഴിച്ച, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, ഇഫ്താർ വിരുന്ന് നടത്തി ബിരിയാണി കഴിച്ച 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് എന്താണ് കഴിച്ചത്? ബിരിയാണി. അതാണ് നിങ്ങൾ നോക്കി അല്ല ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഗംഗാ നദിയിൽ ബോട്ടിലിരുന്നുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഇഫ്താർ വിരുന്ന് നടത്തിക്കൊണ്ട് ബിരിയാണി കഴിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോലീസ് അത് വീഡിയോ മാധ്യമങ്ങളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വൈറലാവുകയും അതിന് പിന്നാലെ പോലീസ് അവരെ തിരഞ്ഞു പിടിച്ച് ആ 14 പേര് ആരൊക്കെയാണോ ആ 14 പേരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. അത് റിപ്പോർട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുടെ പോസ്റ്റായിരുന്നു അതിൽ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഈ 14 പേരും എന്തുകൊണ്ട് അവിടെ പോയിരുന്ന് ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിരിയാണി കഴിച്ചു എന്നല്ല, എന്തിനവിടെ പോയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. അതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒഫൻസ് ബിരിയാണി കഴിച്ചതാണ്. ബിരിയാണിയുടെ അവശിഷ്ടങ്ങൾ ഗംഗാ നദിയിൽ വലിച്ചെറിഞ്ഞതോ, അല്ലെങ്കിൽ ബിരിയാണിയുടെ അവശിഷ്ടങ്ങൾ അല്ലെ ഗംഗാ നദിയെ മലീമസമാക്കുന്നതോ മലിനപ്പെടുത്തുന്നതോ പ്രവൃത്തികൾ ചെയ്തതോ ഒന്നുമല്ല പ്രശ്നം. ബിരിയാണി കഴിച്ചു എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, ഗംഗാ നദി, ആ നദിയിൽ പാതി മരിച്ച ആളുകളുടെ പാതി ശരീരങ്ങൾ, അവശിഷ്ടങ്ങൾ എടുത്ത് എറിയുകയും അത് വലിയ സ്നാനമായിട്ട് കാണുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. പുണ്യപ്രവർത്തികളായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അവരുടെ ശാപമോക്ഷം കിട്ടുന്ന, അല്ലെങ്കിൽ ആത്മാവിന് മോക്ഷം കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഹിന്ദു ഐതിഹ്യത്തിലൊക്കെ പലരും പറയാൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ ഇരുന്ന് ബിരിയാണി കഴിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി, ആ ചിന്താഗതിയെ നമ്മൾ എതിർക്കുക തന്നെ വേണ്ടേ. ഇതങ്ങ് ബംഗ്ലാദേശിലൊക്കെയാണല്ലോ ഇതൊക്കെ നടക്കുക, അല്ലെങ്കിൽ ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. ഏതാ ബിരിയാണി കഴിക്കുന്നതല്ല, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിരിയാണി കഴിച്ചു എന്നതിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ നടക്കില്ല. നമുക്കറിയാം, ബീഫ് കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ വിമുഖത കാണിച്ചൊരു പെൺകുട്ടിയുടെ അണ്ണാക്കിലേക്ക് ബീഫ് കുത്തിക്കയറ്റിയിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറക്കാനായിട്ടിരിക്കുന്ന ഒരു ടീംസിനെ നമുക്കറിയാം. ഇതൊക്കെ സംഘികളുടെ മക്കളാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അത് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബിരിയാണി കഴിച്ചതിൻ്റെ പേരിൽ മാത്രം എന്തിനാണ് ഈ 14 പേരെ അറസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ ചോദ്യം അതാണ്. നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ചോദിക്കാനുള്ളത്. ഞാൻ ആ ഒരു പോസ്റ്റ് സൈഡിൽ കാണിക്കാം. ഗംഗാ നദിയിൽ ബോട്ടിൽ ഇഫ്താർ വിരുന്ന് നടത്തി ബിരിയാണി കഴിച്ചു. സംഭവത്തിൽ 14 പേര് അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെയാണ് നടപടി. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലുള്ള കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിൽ പറയുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: അതെന്താ, ഗംഗാ നദി RSSൻ്റെയൊക്കെ അമ്മേൻ്റെ നായർക്ക് സ്ത്രീധനം കിട്ടിയതാണോ? നമ്മൾ കേരളത്തിൽ ജനിച്ചത് തന്നെ വലിയ ഭാഗ്യം. ഒരു ഗംഗാ സ്റ്റോറി സിനിമ പിടിക്കുന്നില്ലേ? തൂക്കിക്കൊല്ലണം, അത്ര വലിയ കുറ്റം തന്നെ. ശവം ഒഴുക്കാം, തുപ്പാനും മുള്ളാനും തൂറാനും ഒന്നും പ്രശ്നമില്ല. ഇതാണിപ്പോൾ പ്രശ്നം. ആരാധിക്കുന്ന നദികളുടെ കോലം കണ്ടാൽ കഷ്ടമാണ്. ആദ്യം അത് മലിനീകരണമില്ലാതെ സൂക്ഷിക്കാൻ നോക്ക്, എന്നിട്ട് ദൈവീകമാകാം. അതൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 2 കമൻറ്റുകൾ. ഒന്ന്, ശവം ഒഴുക്കാൻ, തുപ്പാനും മുള്ളാനും ബാക്കിയുള്ള മാലിന്യ വിസർജനം എല്ലാം ചെയ്യാനായിട്ട് കുഴപ്പമില്ല, ഇതാണിപ്പോൾ പ്രശ്നം. പിന്നെ ഒരെണ്ണം, ആരാധിക്കുന്ന നദികളുടെ കോലം കണ്ടാൽ പ്രശ്നമാണ്. നമുക്കറിയാം, ഒരുപാട് നദികളൊക്കെ ഉണ്ടല്ലോ. ഇനി ക്ഷേത്രക്കുളങ്ങൾ തന്നെ എടുത്ത് നോക്കാം. ഇവിടെയെല്ലാം ഏത് രീതിയിലാണ് ആ ഒരു ക്ഷേത്രക്കുളവും അല്ലെങ്കിൽ അതിൻ്റെ ആരാധനാലയങ്ങളുടെ വട്ടങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വശങ്ങളൊക്കെ ഉള്ളത് നമുക്കറിയാം. ആ പരിസരങ്ങളെല്ലാം വളരെയധികം മലിനമായി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴും ഇവർക്ക് പ്രശ്നം ബിരിയാണി കഴിച്ചതിലാണ്. എന്നാൽ അത് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവിടെ മലിനമാക്കുന്ന ആളുകളെ പറ്റി അവർക്ക് എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നടത്താനോ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ ശബരിമല എക്സാമ്പിൾ എടുക്കാം. പമ്പാ നദിയിലേക്ക് തമിഴന്മാരായിട്ടുള്ള അയ്യപ്പ ഭക്തർ വന്ന് ഇറങ്ങുന്നു. അവരുടെയൊക്കെ ഒരു വിചാരം അല്ലെങ്കിൽ അവരുടെയൊക്കെ ആചാരം, അവർ പണ്ടേ ചെയ്തു വരുന്ന ഒരു ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിട്ടുകൊണ്ട് വരുന്ന വസ്ത്രം ആ വെള്ളത്തിലിറങ്ങി സ്നാനം ചെയ്ത് കഴിയുമ്പോൾ പൊങ്ങുമ്പോൾ അത് ആ പമ്പാ നദിയിൽ ഉപേക്ഷിക്കണം. അത് അയ്യപ്പന് വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു മണ്ടത്തരമായിട്ടുള്ള ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. എന്നാൽ ഇത് വളരെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനോ, ഇവർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാനോ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കേവലം ബിരിയാണി ഒരു ബോട്ടിൽ നിന്ന് കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു? അവിടെ തന്നെ നമുക്ക് വളരെ വ്യക്തമല്ലേ, ഈ പറയുന്ന സംഘികളുടെ ഈ പറയുന്ന ഒരുമാതിരി ഈ സംഘിവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് ഇവർ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം, ഈ സംഘികൾക്ക് എങ്ങനെയെങ്കിലും ഹിന്ദുക്കൾക്കിടയിൽ ഒരു വലിയ സ്ഥാനം വേണം. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും PR വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നുമല്ലാത്ത കുറേ ആളുകളെ കൊണ്ട് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പലരെ പറ്റിയും വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്വേഷപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് കുറച്ച് അക്കൗണ്ടിന് റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് സൈബർ പോരാളികളായിട്ട് സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ടീംസായിട്ട് പല ആളുകളുമുണ്ട്. അതിൽ ഷൈനി മധുസൂദനും പിന്നെ അതേപോലെ തന്നെ ലസിത പാലക്കലും ശശീല ടീച്ചറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം
ഇവരെല്ലാം ഒരു വിദ്വേഷ പരാമർശം നടത്തുന്നു, പിന്നീട് അതിനുശേഷം അതിനെ തന്നെ ഊന്നി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവർക്ക് അവാർഡ് കൊടുക്കുന്നു. നമുക്കറിയാം ഇവരെല്ലാം, അതായത് സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ഈ സോഷ്യൽ മീഡിയയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഗവർണറിൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചിട്ട്, അല്ലെ ഗവർണർ ഇരിക്കുന്ന വസതിയിലേക്ക് വിളിച്ചിട്ട് ഇവർക്കെല്ലാം അവാർഡ് കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു അവാർഡ് സംഘിപുത്രനായിട്ടുള്ള ഈ ഫസൽ കാരാട്ടിനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഫസൽ കാരാട്ടിനെ നമുക്കറിയാം നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു പയ്യനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ സംഘികളുടെ കാവ്യവൽക്കരണത്തിനും അല്ലെ കാവ്യകളസവൽക്കരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് സംഘികൾ ഒരുപാട് ആളുകളെ അടിച്ചമർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വാർത്ത കണ്ടു. ബിരിയാണി വിളമ്പി എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളുടെ ഷോപ്പ് അടിച്ച് തകർക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു ഹിന്ദുവിൻ്റെ കടയിൽ മുസ്ലിങ്ങൾ വന്നിട്ട് വലിയ പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വേറൊരു വാർത്ത. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പടച്ചു വിടുന്നത്? മുസ്ലിങ്ങൾ എല്ലായിടത്തും വലിയ പ്രശ്നമാണ്, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കിക്കൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിങ്ങളുമായിട്ടും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഒരു ഭിന്നത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ഇതൊക്കെ. ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ, അതായത് നമ്മൾ ഈ പറയുന്ന സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചു പോകുന്ന ആളുകൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇതൊക്കെ അങ്ങ് യു പിയിലും ബീഹാറിലും ബംഗ്ലാദേശിലും അതുപോലെയുള്ള അന്യ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ തെറ്റാണെന്ന് പറഞ്ഞു വരുമ്പോൾ ഈ കേരളത്തിലും ഒരുപാട് ആളുകൾ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീംസാണ് പണിയെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് BJP-യിലും സംഘപരിവാറിലും ചേർന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് സംഘപരിവാർ ഞങ്ങൾക്ക് വേണ്ടി, അല്ല നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി, അല്ല നമ്മുടെ ഒരു മതത്തിന് വേണ്ടി ഇത്രയധികം പണിയെടുക്കുന്നത്, പിന്നെ എന്തിനു നമ്മൾ ഈ ഒരു പാർട്ടിയെ നമ്മൾ തള്ളിക്കളയണം? ഒരു രീതിയിലും നമ്മളെ അംഗീകരിക്കാത്ത കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒക്കെ ഒപ്പം നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നത്, ഞങ്ങളാണ് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, ഞങ്ങളുടെ ഒപ്പം നിന്നാൽ ഇനിയും നമുക്ക് ഒരുപാട് മാറാം, അല്ലെങ്കിൽ മാറാത്തത് ഇനിയും മാറും, NDA വരും, BJP വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പലയിടങ്ങളിലും കൊല്ലത്തേക്കൊക്കെ പോകുമ്പോൾ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ NDA വരും, മാറാത്തത് മാറും, NDA ആണ് കേരളത്തിന് കേരളം എന്ന പേര് കൊടുത്തത്. അതിന് മുമ്പ് കേരള എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിനെ സൊമാലിയ എന്ന് വിളിച്ചിട്ടുള്ള ടീംസാണ് ഈ ടീംസ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. കേരളത്തിനെ സൊമാലിയ എന്നും ഭ്രാന്താലയം എന്നും വിളിച്ചൊരു ടീംസ് ഇന്ന് വന്നിട്ട് ഞങ്ങളാണ് കേരളത്തിന് കേരളം എന്ന പേര് നൽകിയതെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുമ്പോൾ എന്തുമാത്രം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും എന്തുമാത്രം ഇവിടുത്തെ ആരോഗ്യ മേഖലയും ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗവും എല്ലാ തലത്തിലും കേരളം നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഹിന്ദുവൽക്കരണത്തിന് വേണ്ടിയിട്ട്, അല്ലെ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഇവർ അഹോരാത്രം പണിയെടുക്കുന്നത്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ഇവരുടെ 2020 അങ്ങനെ എന്താ പറയുന്ന ഒരു പാർട്ടിക്ക് രൂപകൽപ്പന നൽകി അതിൽ പല ഇൻഫ്ലുവൻസേഴ്സിനെയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സിനിമാ നടന്മാർ ഇതിലേക്ക് പാർട്ടിയിലേക്കൊക്കെ വരുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ ചിന്തിക്കും, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ശരിയാണല്ലോ, എന്തുകൊണ്ട് നമുക്ക് മാറി ചിന്തിച്ചുകൂടാ? ഇത്രയും വലിയ വിദ്യാഭ്യാസവും ഇത്രയൊക്കെയുള്ള സമൂഹത്തിലൊക്കെ ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളൊക്കെ BJP-യിൽ വരുമ്പോൾ BJP വലിയ നല്ല പാർട്ടിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പല ആളുകളും BJP-യിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. ഇതൊരു ബിസിനസ് തന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയിൽ കൂടി അവരെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം. അപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ എടുത്ത അണ്ണന്മാർക്ക് ഇനി വേണമെങ്കിൽ ഒരു ഗംഗാ സ്റ്റോറി എന്ന് വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാം. ആദ്യം ഗംഗാ നദിയിലുള്ള മാലിന്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് ആ ഗംഗാ നദിയെ ഒരു മാലിന്യമുക്തമാക്കി എന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യ്. എന്നിട്ട് ഈ താളം വിടാനും ഈ പ്രഹസനം കാണിക്കാനും ഒക്കെ പോകും. ബിരിയാണി കാണുമ്പോൾ വലിയ വിരളി പിടിക്കുന്ന ഒരു ടീംസാണ്. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണി കഴിക്കുകയും കേരളത്തിലെ ജനങ്ങൾ ബീഫ് കഴിക്കുകയും അതിന് ഗംഗാ നദി എന്നല്ല, അതിന് വാരാണസി എന്നല്ല, എവിടെയാണെങ്കിലും ഇരുന്ന് ചെയ്യും. ഇതെല്ലാം വൃത്തികേടാക്കുന്നതിനും വൃത്തികെട്ട കോലം കെട്ടി നടക്കുന്നതിനും ഒരു പ്രശ്നമില്ല. ഈ ഒരു ബിരിയാണി കഴിക്കുന്നതിനാണ് ഇത്രയും വലിയ പ്രശ്നം. സംഘികളുടെ ഈ ഒരു ചിന്താഗതിയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനിയെങ്കിലും ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നവരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ വരുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് അടുത്തിരുത്താതെ എന്താണ് അവരങ്ങ് UP-യിലും ബീഹാറിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചേർത്ത് പിടിച്ചിരുത്തുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.